ഈ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഇതിലൂടെ ദൈവം അവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബേസിക്കലി അതിനെക്കുറിച്ച് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, നമ്മൾ സ്വീകരിക്കേണ്ട വഴികൾ, നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ, നമ്മൾ എടുക്കരുതാത്ത സ്റ്റെപ്പുകൾ, അങ്ങനെ പറഞ്ഞ് ആ ഭാഗം അങ്ങ് വിടുകയാണ്. അപ്പം ഇന്നത്തെ മെസ്സേജും അതുതന്നെയാണ്. നമ്മൾ എടുക്കേണ്ട ചില സ്റ്റെപ്പുകൾ, എടുക്കേണ്ടാത്ത ചില സ്റ്റെപ്പുകൾ, എന്നാൽ കൂടുതൽ സ്നേഹിക്കണം, ആരോടുകൂടി ഇരിക്കണം, ആരോടുകൂടി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനോടുള്ള ബന്ധത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? മതി. അതിൻ്റെ 9-ാം വാക്യം മതി. അതിൻ്റെ 23-ാം വാക്യം, 33-ാം വാക്യം. മതി. മർക്കോസിൻ്റെ സുവിശേഷം ഈ 13-ാം അധ്യായത്തിൽ 4 നിലകളിലുള്ള സൂക്ഷിപ്പുകളെക്കുറിച്ച് ദൈവം പറയുകയാണ്. ഇത് തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 24, 25 അധ്യായങ്ങളിലും ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും കാണാം. 3 സുവിശേഷങ്ങളിലായിട്ട് യേശു കർത്താവ് തിരുവായി മൊഴിഞ്ഞ ഒരു ഭാഗത്ത് യേശു പറയുകയാണ്, 4 പ്രാവശ്യം നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമ്മൾ ഈ ഭാഗം ഒന്ന് ചിന്തിക്കുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ആ ഭാഗം തുടങ്ങുന്നത് തന്നെ നമ്മൾ വായിച്ചു വരികയാണെങ്കിൽ അതിൻ്റെ പിൻപിലത്തെ അധ്യായത്തിൽ നോക്കുമ്പോൾ യേശു കർത്താവ് ദേവാലയത്തിൽ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നു. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിച്ചു വരുമ്പോൾ, അല്ല മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോഴൊക്കെ കാണുന്നത് യേശു സ്ത്രീ ഭണ്ഡാരത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ പലർ കൊണ്ട് തങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ ആ സ്ത്രീ ഭണ്ഡാരത്തിൽ, നമ്മുടെ ഭാഷയിൽ ടിപ്പിക്കൽ മലയാളത്തിൽ പറഞ്ഞ നേർച്ചപ്പെട്ടികളിൽ അല്ലെങ്കിൽ ഓഫറിംഗ് ബാഗുകളിൽ, ആ ഓഫറിംഗ് പെട്ടികളിൽ ഇടുന്നതൊക്കെ കർത്താവ് കണ്ടും കൊണ്ടിരുന്നു. അവിടെ ഒരു വിധവയായ സ്ത്രീ വന്ന് 2 കാശ് ഇടുന്നത് കാണുന്നു. കർത്താവ് ശിഷ്യന്മാരെയും മറ്റു അടുക്കൽ വിളിച്ചിട്ട് ഇവരാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ ആലയത്തിന് നൽകിയിരിക്കുന്നതൊക്കെ പറഞ്ഞതിന് ശേഷം ദേവാലയങ്ങളിലെ ശുശ്രൂഷകളൊക്കെ തീർത്ത് ക്രൂശു മരണം വഹിക്കുവാൻ യേശു കർത്താവിൻ്റെ ആ സമയമായിരിക്കുന്നതിന് മുന്നേ ഉള്ള ഒലിവ് മല പ്രസംഗം, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പുതിയ നിയമത്തിലെ ചെറിയ വെളിപ്പാടുകൾ യേശു കർത്താവ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. 3 സുവിശേഷങ്ങൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവിടെ ഒരു വാർണിങ്സാണ് നൽകുന്നത്. അതായത് ലാസ്റ്റായിട്ട് യേശു കർത്താവ് ആ ഒലിവ് മലയിൽ ഇരുന്നുള്ള പ്രസംഗത്തിൽ പറയുകയാണ്, ഒലിവ് മലയിലുള്ള ആ പ്രഭാഷണത്തിൽ പറയുകയാണ്, നിങ്ങൾ സൂക്ഷിക്കണം. എന്തിനെയൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് പറഞ്ഞിട്ട് നമ്മുടെ മെസ്സേജിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് ഞാൻ കയറുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് യേശു കർത്താവ് പറയുന്നത് 5-ാം വാക്യത്തിലാണ്. ഒന്ന് വായിക്കാമോ? ഒന്നാമത്തേത് യേശു പറയുകയാണ്, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടരിറങ്ങും, അവിടെ നിങ്ങൾ തെറ്റിക്കപ്പെട്ടു പോകരുത്. ഞാൻ പറഞ്ഞ വചനത്തിൽ നിങ്ങൾ നിൽക്കണം എന്നുള്ളതാണ്. ആ ഭാഗം ഒന്ന് വായിച്ചേ. യേശു പറയുകയാണ്, ഞാനാകുന്നു എന്ന് പറഞ്ഞ് അനേകർ വരും. സ്തോത്രം. നമ്മൾ തന്നെ ഇപ്പോൾ ജീവിക്കുന്ന ഈ കാലത്ത് ചില യൂട്യൂബിലെ മെസ്സേജുകളെ, സോഷ്യൽ മീഡിയകളിലൊക്കെ വരുന്ന ചില സന്ദേശങ്ങൾ, പഠിപ്പീരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. യേശു കർത്താവിൻ്റെ ആ റാപ്ചറിങ് എന്നുള്ള, അല്ലെങ്കിൽ മേഘപ്രത്യക്ഷത, അല്ലെ സഭ എടുക്കപ്പെടൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു, ഇനി യേശു കർത്താവ് മടങ്ങി വരികയില്ല എന്ന് ശക്തമായ നിലയിൽ പഠിപ്പിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അതായത് 4-ാം നൂറ്റാണ്ടിൽ
അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നടക്കപ്പെടുന്ന സംഭവത്തോടു കൂടി സഭ എടുക്കപ്പെട്ടു എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. 2 നിലകളിൽ അതിന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും നടക്കാൻ പോണത് സഭയുടെ എടുക്കപ്പെടലല്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന നിലകളുണ്ട്. മറ്റൊരു പഠിപ്പീരാണ് യേശു ആണ് എന്ന് പറഞ്ഞ് ചിലരങ്ങ് എഴുന്നേൽക്കും. ഞാൻ യേശു ആണെന്ന്. നമ്മൾ പറയും യേശുവിൻ്റെ വീണ്ടെടുപ്പിന് നാളിനായിട്ട് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ തലയോളം വളരണം യേശു ആഗ്രഹിക്കുന്ന അതൊക്കെയാണ്. ചിലർ പറയും ഞാൻ യേശു ആണെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നും എഴുന്നേൽക്കും. ചിലപ്പോൾ അത് മരിച്ചിട്ട് എഴുന്നേറ്റതും കൂടി ആകാം. എൻ്റെ ഭാഷയിൽ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവിടെ ഒന്ന് നിങ്ങൾ തെറ്റിക്കപ്പെട്ടു പോകരുത്. അനേകർ ഉയർക്കും, അനേകർ വരും. അവിടെ ഒന്നും നിങ്ങൾ തെറ്റാതിരിക്കാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ. നമ്മൾ ചിന്തിച്ച് നോക്കണമേ, നമ്മുടെ ഇടയിൽ നന്നായി ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു വ്യക്തി എന്ന് വിചാരിക്കുക. എനിക്കത് വരാതിരിക്കട്ടെ, ഞാൻ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള ഒരു ശുശ്രൂഷകനായിരിക്കട്ടെ. അദ്ദേഹം നല്ല നിലയിൽ പഠിപ്പിക്കുന്നവനാകാം, പ്രസംഗിക്കുന്നവനാകാം, കൃപാവര പ്രാപ്തനായിരുന്നായിരിക്കാം, നല്ല നിലയിൽ ശുശ്രൂഷകൾ ചെയ്ത വ്യക്തിയായിരിക്കാം. വീണുപോയെന്നിരിക്കട്ടെ, തെറ്റിപ്പോയെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മളോട് തന്നെ ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോട് ചോദിക്കും, ഈ വ്യക്തി അപ്പോൾ ഇത്രയും നാളും ശുശ്രൂഷിച്ചത് ഏത് ആത്മാവിനാലാണെന്ന് പെട്ടെന്നൊരു ചോദ്യം നമ്മുടെ ഇടയിൽ വരും, നമ്മുടെ ഉള്ളിൽ വരും, അല്ലേ? നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറയാം, പലരും കള്ളപ്രവാചക പരിശുദ്ധാത്മാവിനെ കള്ള നിലകളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് കള്ളപ്രവാചകന്മാർ എഴുന്നേൽക്കും. ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ അത് ക്ലിയർ ആക്കി പോകാം. പലരും അവർ പറയും ഞങ്ങൾ ആത്മാവിനെ പ്രാപിച്ചവരാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകരാണ്. അവിടെ നിന്നും ഇവിടെ നിന്നും പല നിലകളിലുള്ള കള്ള ശുശ്രൂഷകർ ഇറങ്ങുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്കൊക്കെ ചിലപ്പോൾ ഓടിക്കൂടും. എന്നോട് വല്ല ആലോചനയുണ്ടോ, എന്നോട് വല്ല സന്ദേശങ്ങളുണ്ടോ? നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്നൊരു കാര്യമുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് പറയുകയാണ്, ഈ പ്രവാചകനാകട്ടെ, ഈ പ്രവാചകിയാകട്ടെ, ഈ ശുശ്രൂഷകർ പറയുകയാണ് നിൻ്റെ കുടുംബജീവിതം നല്ലതല്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു പ്രവാചകൻ നിങ്ങളെ പ്രവചിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, തെറ്റിക്കുന്ന ആത്മാവിനാൽ ശുശ്രൂഷിക്കപ്പെടുന്നു ഇവർ. സ്തോത്രം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്, അടുത്തൊരു ഭാഗത്തേക്ക് കടക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവീൻ, അനേകർ എഴുന്നേൽക്കും ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകരുത്. രണ്ടാമത്തേതോ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ, വായിച്ചാട്ടെ മക്കളെ ഒന്ന്. ആ ആ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. വായിച്ചോ 13 വരെ വായിച്ചോ. പതിമൂന്ന് 9:13 കഴിഞ്ഞോ? വായിച്ചോ. മതി. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്നാണ്. നമ്മൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ രോഗം വരികയാണെങ്കിലോ, ഉപവസിക്കണമെന്ന് തീരുമാനിച്ച് നമ്മൾ ശപഥം ചെയ്തിരിക്കുകയാണ് 7 ദിവസം ഉപവസിക്കണമെന്ന്. അപ്പോൾ പ്രത്യേക നിലകളിലുള്ള ഉപദ്രവങ്ങളെ നേരിടും. നന്നായിട്ടൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് സാധിക്കാതെ വരുമ്പോഴൊക്കെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചും കൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നിന്നോണം. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ചിലപ്പോൾ നമ്മുടെ പേരിൽ അപവാദങ്ങൾ വന്നെന്നിരിക്കാം, നമ്മൾ അറിയാത്ത നുണപ്രചാരങ്ങൾ കേട്ടെന്നിരിക്കാം, ചിലപ്പോൾ നമ്മളെ കല്ലെറിഞ്ഞെന്നിരിക്കാം. ഇവിടെ പറയുകയാണ് കർത്താവ്, നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണമേ. മൂന്നാമത്തേതിലേക്ക് വരാം. 21 മുതൽ 23 വരുമ്പോൾ വായിച്ചേ. ആദ്യം നമ്മൾ കേട്ടത് ഞാൻ ക്രിസ്തു ആണെന്നും പറഞ്ഞ് ചിലർ എഴുന്നേൽക്കും. രണ്ടാമത്തേത് പറഞ്ഞത് ലോകം നിങ്ങൾക്കെതിരാണ്, കഷ്ടം വരുത്തും,
ന്യായാധിപ സംഘങ്ങളുടെയും നുണക്കഥകളാലും അപവാദങ്ങളാലും നിങ്ങൾ പീഡിക്കപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ, പ്രതികരിക്കരുത്. മൂന്നാമത്തേത് പറയുകയാണ്, ചിലർ നമ്മളോട് പറയും അവിടെ വലിയൊരു ഉണർവ് നടക്കുന്നു, അല്ലെങ്കിൽ അവിടെ ക്രിസ്തു ഉയർത്തെണീറ്റിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. നാലാമത്തേത് 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ മതി. യേശു കർത്താവിനോട് ശിഷ്യന്മാർ പലതവണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ കാലം എപ്പോൾ വരും? അപ്പോൾ കർത്താവ് പറയുന്ന മറുപടികളെല്ലാം തന്നെ അത് പുത്രനും കൂടി അറിയുന്നില്ല, അത് പിതാവാം ദൈവത്തിൻ്റെ മാത്രം ഹൃദയത്തിലുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. ഇവിടെയും പറയുകയാണ്, ആ സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. 4 സൂക്ഷ്മതകളെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ മത്തായിയുടെ സുവിശേഷം തീരുന്ന ഭാഗം ഞാനൊന്ന് പറഞ്ഞു പോകാം. അവിടെ 4 പിന്നെ കർത്താവ് ശക്തമായ ഉപമകൾ പറയുകയാണ്. 4 ഉപമകൾ. ഒന്നാമത്തെ ഉപമയാണ് ശിഷ്യന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, ഒരു ദാസൻ, ഒരു യജമാനനുണ്ട്, അവൻ നല്ലവനാണ്. മറ്റൊരു ദാസനുണ്ട്, അവൻ ഉഴപ്പനാണ്. 2 ദാസന്മാരുടെ സംഭവങ്ങൾ യേശു പറയുന്നു. പിന്നെ പറയുന്നത് ബുദ്ധിയുള്ള കന്യകമാർ, 10 കന്യകമാരോട് പറയുന്നു. പിന്നെ പറയുന്നത് കോലാടുകളെയും ചെമ്മരിയാടുകളെയും വലത്തും ഇടത്തുമായിട്ട് വേർതിരിക്കുന്നു. താലന്തുകൾ ലഭിച്ച 3 ദാസന്മാരുടെ സംഭവങ്ങൾ യേശു അവിടെ ഉപമകളിലൂടെ മത്തായിയിൽ പറഞ്ഞപ്പോൾ, മർക്കോസിൽ അല്പം കൂടെ വ്യത്യസ്തപരമായിട്ട് യേശു ഒരു കാര്യം പറയുകയാണ്. ആ കാലത്ത് സൂര്യൻ, എങ്ങനെ എഴുതിയിരിക്കുന്നത്, സൂര്യൻ നിന്നുപോകും. അങ്ങനെയല്ല ഇവിടെ ഇരിക്കുന്നത്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇവ വായിച്ച മക്കളെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ പറഞ്ഞ് ഈ ഭാഗം ഒന്ന് പ്രാർത്ഥിക്കാം, അതിനുശേഷം ലൈവും കട്ട് ചെയ്യണമേ. മറ്റൊരു ഏരിയയിലേക്ക് കയറണം നമുക്ക്. നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ മമ്മി ഞങ്ങളുടെ വീട്ടിൽ ഈ തത്ത കൊണ്ട് എന്തോ പറയിപ്പിക്കുന്നൊരു പാർട്ടികളുണ്ട്. തത്തയായിട്ടൊരു വരും, എന്തോ അതിന് പറയുന്നത് എനിക്കറിയത്തില്ല. ചിലരുണ്ട് കൈ നോക്കി പിന്നെ പ്രവചിക്കുന്നവരുണ്ട്. ഈ മറ്റൊരു കൂട്ടരുണ്ട് നക്ഷത്രങ്ങളെ നോക്കി പ്രവചിക്കുന്നവർ. വേറൊരു കൂട്ടരുണ്ട് ചന്ദ്രനെ നോക്കി പ്രവചിക്കുന്നവർ. ചിലർ സൂര്യനെ നമസ്കരിക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള കൂട്ടരുടെ കാര്യങ്ങൾ ആലോചിച്ചു പോയി. കാര്യം, സൂര്യൻ തൻ്റെ ശോഭ കെടും, ചന്ദ്രൻ ഇരുളായിത്തീരും, നക്ഷത്രങ്ങളെല്ലാം കൂടെ ഉരുണ്ട് പടച്ച് താഴെ വീഴും. അപ്പം ഇവർ പിന്നെ എങ്ങനെ, അല്ലേ? കർത്താവ് പറഞ്ഞാൽ ഞാനോ നിങ്ങളോടുകൂടെ ലോകാവസാനത്തോളം ഇരിക്കും. അപ്പം നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ വേണ്ടി ചെറിയൊരു ചിന്ത ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളെ കേൾപ്പിച്ച ഈ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്ന പച്ച, ഞങ്ങളെ തന്നെ സൂക്ഷിക്കുന്നവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, പലരും നിൻ്റെ പേർ പറഞ്ഞ് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ശുശ്രൂഷകരെന്ന് പറഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾ കർത്താവെ അജ്ഞാനികളായി തീരുവാൻ ഇടവരാതെ ജ്ഞാനികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളെന്നുള്ള നിലയിൽ ഞങ്ങളെ നിർത്തണം. ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിന് വിപരീതമായി ദൂതന്മാർ ഞങ്ങളോട് ഇടപെട്ടാൽ കൂടി കർത്താവിൻ്റെ വചനത്തിൽ തന്നെ നിൽപ്പാൻ നിൻ്റെ ജനമാകുന്ന ഞങ്ങളെ സഹായിക്കണം. മുഴുമഹത്വവും ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ.